ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്, ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഐറ്റംസ്, എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഐറ്റത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നാടൻ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് ഒരു കുഞ്ഞൊരു അവിയൽ. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടത് നാടൻ നാട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു അവിയലുണ്ട്. അപ്പോൾ അതെനി എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് കഴിക്കാൻ. ചുമ്മാ ചോറൊന്നും കഴിക്കാതെ അത് നല്ല ചൂടോടെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എന്ത് രസമാണെന്നറിയോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. ആ ചൂടോടെ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സാധാ പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ച അവിയലിനേക്കാളും എനിക്കിഷ്ടം അത് ആ അവിയലാണ്. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റും അതിനാണ്. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പനിയായി കിടപ്പിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസം അത് സാധനം ഒന്നും എടുക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഇതാ ഒരു മുറത്തിനകത്തിട്ടുണ്ട്. കുറച്ച് സാധനം കളഞ്ഞു പോയി, കാരണം കുറേ ദിവസമായി അമ്മ വന്ന് പനി ആയതുകൊണ്ട് പിന്നെ എടുത്തില്ല. എനിക്കും സുഖമില്ലായിരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാറുണ്ട്. അതൊന്നാമത്തെ കാര്യം, അതുകൊണ്ട് ഞാനും എടുത്തില്ല. അപ്പോൾ ഇന്ന് എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ നാടൻ ഓമയ്ക്ക, ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്ക എന്ന് പറയുന്നത്. എന്താ പറയുക, പപ്പായ എന്ന് പറയും. പിന്നെന്താ വേറെന്താ പറയണേ, വേറെന്തോ പേരുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നും പലയിടത്ത് പല പേരാ പറയുന്നത്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഓമയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊരു പച്ച, അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ള ഐറ്റം എന്തോ പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മുടെ ചേമ്പന്താള്, നമ്മുടെ ചേമ്പിന്റെ ആ തണ്ടില്ലേ, എങ്ങനെ മണ്ടഭാഗമാണ് കേട്ടോ. അത് കുറച്ച് അധികം ഉണ്ട്. പിന്നെ ചേമ്പിന്റെ വിത്ത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മുടെ നാടൻ ഏത്തയ്ക്ക, പച്ചേത്തയ്ക്ക. ഇത് നമ്മുടെ ചേമ്പിന്റെ ഐറ്റംസ് ആണ് കൂടുതലും ഇടുന്നത്. ആ കിഴങ്ങും പിന്നെ നമ്മുടെ എല്ലാം വേറൊരു ഐറ്റം ഉണ്ട്. ഇതിൽ കിഴങ്ങില്ലേ, ഒരു കിഴങ്ങെന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങല്ല, വേറൊരു കിഴങ്ങുണ്ട്. ആ കിഴങ്ങ് ഇടും കേട്ടോ. പക്ഷെ അതിപ്പോ നമുക്ക് വീട്ടിൽ കിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചേന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഐറ്റംസും ഇടാം കേട്ടോ. ഉറക്കപ്പറ മുറിച്ചിട്ട് അണ്ടത്തിന്റെ തോല് ഇങ്ങനെ ഇളക്കണം. ചുറ്റിനുള്ള തോല് ഇങ്ങനെ ഇളക്കി ഇപ്പൊ ചേമ്പുന്നാട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിയലിന് കഷ്ണത്തിന് കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ തോല്, നമ്മളുടെ എന്താ പറയാ മുരിങ്ങിക്ക തോലുരിയില്ലേ, അതേപോലെ തോലുരിഞ്ഞ് അതിന്റെ അകത്തുള്ള ആ വെള്ള ഭാഗം അല്ലെ, ആ വെളുത്ത ഭാഗം മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് അത് നീളത്തിൽ നമ്മൾ അവിയലിൽ അരിയണ പോലെ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പൊ ചൊറിയത്തില്ലേ? ഇല്ല, ചൊറിയത്തൊന്നും. ചേന എടുക്കുമ്പോൾ മാത്രമേ ഇച്ചിരി ചൊറിയും. ചേമ്പ് എടുക്കുമ്പം അങ്ങനെ ചൊറിയത്തില്ല. ഇതിന്റെ ചെറിയ ഇല വേണമെങ്കിൽ ഇടാം അല്ലേ. നമ്മുടെ ചേമ്പിന്റെ ചെറിയ തളിര് ഇലകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മേലിലൂടെ വരുന്നത്, അതൊക്കെ ഇടാം കേട്ടോ. അതൊന്നും ചൊറിയൂല. ഓമയ്ക്ക അറിയാലോ, നമ്മളുടെ സാധാരണ നമ്മുടെ തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കുക നീളത്തില്. പക്ഷെ ഓമയ്ക്ക ഇടുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ട്, പ്രത്യേക ടേസ്റ്റ്. വലിയ ബുദ്ധിമുട്ടാണ് ഓമയ്ക്ക. ഇത് ഒരുപാട് വിറ്റമിൻസും ഒക്കെ ഉള്ള ഐറ്റം അല്ലേ ഓമയ്ക്ക. എന്താ പറയുക, സൗന്ദര്യത്തിനൊക്കെ ബെസ്റ്റ് ഐറ്റം ആയിട്ട് ഇപ്പൊ പപ്പായ ഫേഷ്യലൊക്കെ ഇല്ലേ, അത്രയ്ക്ക് ഗുണമുള്ള ഐറ്റമാണ്. വയറിന് അസുഖമൊക്കെ മാറാൻ വേണ്ടിട്ട് കഴിക്കില്ല. വയറ്റില് കൃമി കടിയല്ലേ, കൃമി കടിക്കൊക്കെ കഴിക്കുന്ന ആണ് ഓമയ്ക്ക. വയറിന്റെ വേദന അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഓമയ്ക്കൊക്കെ കഴിച്ചു നോക്കണം. വെച്ച് പിടിപ്പിക്കുക. പണ്ടൊക്കെ എല്ലായിടം വെട്ടിക്കളയുമായിരുന്നു, ഇപ്പം എല്ലാം വീണ്ടും വെച്ച് പിടിപ്പിച്ച് എല്ലാരും. ഞാനും ഇവിടെ വെച്ചിട്ടുണ്ട്, 2-3 എടുത്ത് വെച്ചു. പക്ഷെ അതൊന്നും പച്ച പിടിച്ചില്ല. ഇപ്പൊ ഒരു ചട്ടിക്കകത്തിൽ വെച്ചിട്ടുണ്ട്, അതൊന്നും പച്ച പിടിച്ച് വരുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കുന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കാരണം അമ്മ അരിയുന്ന സ്പീഡിൽ എനിക്ക് അരിയാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര സ്ലോയിലാണ് അരിയുന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പൊ നമ്മൾ അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പോണത് നമ്മളുടെ ചേമ്പാണ് കട്ട് ചെയ്യാൻ പോണത്. ആദ്യം അതിന്റെ തൊലി ചോരണ്ടെടുക്കണം. തൊലി പോകാത്ത ചെത്തിക്കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് നമുക്ക് അവിയലിന്റെ കിട്ടാൻ പോയില്ലേ കട്ട് ചെയ്ത് കളയാം.
അപ്പം ഞാൻ ഈ ചേമ്പും ചേനയും തൊടാറില്ല, കാരണം ഭയങ്കരമായിട്ട് ചൊടിയും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഈ അവിയൽ ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന എനിക്ക് അത്ര ഇതല്ല. അതിൻ്റെ ഈ തോലിരുന്നാൽ ചൊറിയുമോ? അല്ല, അത് മണ്ണ് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊണ്ട് മണ്ണ് കഴിക്കും. ഒന്നാമത് ഇത് മറ്റേ മണ്ണിൻ്റെ അടിയിൽ പിടിക്കുന്ന ഐറ്റംസ് അല്ലേ, അപ്പം അത് കുറച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ ഇനി കട്ട് ചെയ്യുന്നത് സാധാ അവിയലിന് അരിഞ്ഞ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? അതെ. കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ, കാരണം ഇതെല്ലാം സാധനവും 3-4 വെള്ളത്തിൽ കഴുകി എടുക്കണം. കാരണം കൂടുതലായിട്ടും ഈ മണ്ണിനടിയിൽ കൃഷി ചെയ്യുന്ന ഐറ്റംസ് അല്ലേ, അപ്പൊ അതെല്ലാം നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കണം. കാരണം മണ്ണിന്റെ ഒരു പൊടി മതി നമ്മുടെ കറി എല്ലാം കൊളാവാൻ. അപ്പോ ഏത്തയ്ക്ക കൂടെ അതൊക്കെ അറിയാം, സാധാരണ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഏത്തയ്ക്കാണ് തൊലിയിൽ കട്ട് ചെയ്ത് കളയാൻ. അപ്പൊ നമുക്കിത് അരിഞ്ഞിട്ട് കാണാം. സാധനം എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അത്ര വലിയ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. നാട്ടിൽ നമ്മുടെ വലിയ ചട്ടിക്കകത്ത് ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഐറ്റംസ് കുറേ ഉണ്ട്, അപ്പോൾ നമുക്ക് വലിയൊരു ഇതായിട്ടുള്ളത് കുക്കർ മാത്രമാണ്. അപ്പോൾ കുക്കറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ കുറച്ച് മതി മുളക് പൊടി അല്ലേ? 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. കൈ കൊണ്ടെടുക്കുന്ന എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കില്ല, കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇത്തിരി വെള്ളം ഇതിനകത്ത് ഒഴിക്കണ്ട, ഇതെല്ലാം വെള്ളം ഉള്ളതാണ്. അപ്പോൾ ഒരു ശകലം വെള്ളം, ഇത്രയും ഒരു 1/2 കപ്പ് അല്ലേ? 1/2 കപ്പിന് വേണമെന്നില്ല, അത്രയും വേണ്ട. ഇനി ഇത് വേകുമ്പോൾ അങ്ങ് വെള്ളമാകും. അപ്പം നമ്മൾ നേരെ ഇത് കുക്ക് ചെയ്യാം. ഒരു പകുതി വേവാകുമ്പോൾ ഇനി നോക്കിയാൽ മതിയല്ലോ. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി ഒരു വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളി ചേർക്കാൻ പോവാണ്. മാങ്ങ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുളിയാണ് ചേർക്കുന്നത്. പുളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. പുളി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ട് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയലിനായിട്ട് തേങ്ങ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചുവന്നുള്ളി ഒരു 2-3 ചുവന്നുള്ളി, ഒരു നുള്ളി ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്. ഇത്രയും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ്. ഇനി നമ്മൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം അതും കുറച്ച് ചേർത്ത് അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് വറ്റി ഒന്ന് ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുന്നു കേട്ടോ. നല്ല നാടൻ അവിയൽ. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ? സൂപ്പർ. ഞാൻ ചുമ്മാന്ന് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം അമ്മ ഉണ്ടാക്കിക്കൊണ്ട് സൂപ്പറാന്ന് പറയുന്നതാണ് വിചാരിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയലായത്. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കണം. എടുത്ത് കളയുന്ന സാധനങ്ങൾ നമ്മൾ മെനക്കേടാന്ന് പറഞ്ഞിട്ട് കളയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അമ്മ ചോക്ക് ഇത് മാത്രം നല്ല ചൂടോടെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് ചോറൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ അവിയൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ രുചി അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതെ, അത്ര നാടൻ ഒരൈറ്റമാണിത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.